ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു ചായ കുടിക്കാൻ പോവുകയാണ് കേട്ടോ. അതുകൊണ്ടൊരു മിനി വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു. നമ്മൾ പോയ സ്ഥലം ആദ്യം പോയെത്തിയത് റീഫിൻ്റെ ബീച്ചിലാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഇരുന്നു. ഇവിടെ ഇരുന്നിട്ട് കുറച്ച് ആസ്വദിച്ചു കേട്ടോ ഇവിടെ ബീച്ചിൻ്റെ ഒരു വൈബൊക്കെ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്നാക്സ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ടായി വേറെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു ബീച്ചിൽ പോയിരുന്നു. ഇവിടെ അത്യാവശ്യം സ്നാക്സൊക്കെ അടിപൊളിയാണ്. സംസം ബീച്ച് അവിടെയാണ്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. ഇവിടെ നല്ല വേവിയാണ്, വേവ്സൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല ഇവിടെ വേറൊരു ഫീലാണ്. നമ്മളങ്ങനെ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ ചായ വരുന്നത് വരെ കുറച്ച് ടൈം എടുക്കും. അതുവരെ എന്തെങ്കിലും ഫ്രൂട്ടി എന്തെങ്കിലും മേടിച്ചിട്ട് സംസാരിച്ചിരിക്കുമായിരുന്നു. അത്യാവശ്യം കുറേ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഡെയിലി മീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാറുണ്ടാവും. പിന്നെ സമീന നമ്മുടെ കൂടെ ഇല്ല ഇന്ന്. അവൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടില്ല ഇന്ന്. പിന്നെ ഇവിടെ ഈ ഒരു ബീച്ച് സംസം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബീച്ച് കഫേ അടിപൊളിയാണ്. നല്ല ഒരു സ്നാക്സൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ചെറിയ കുഞ്ഞ് ഷാർക്കിനെ കണ്ടായിരുന്നു ഇവിടെ. പക്ഷേ ജീന പറഞ്ഞിട്ടും വിശ്വസിച്ചില്ല. ഞാനത് വീട്ടിൽ പോയി പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനം എത്തിയിട്ടുണ്ട്. ചായയും പിന്നെ ചിക്കൻ പക്കോട പിന്നെ 2 സമോസ. അതാണ് നല്ല അടിപൊളി ചായയും നല്ല സ്നാക്സുമാണ്. പക്ഷേ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം, അതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെ പക്ഷേ വെയിറ്റ് ചെയ്താലും നമ്മൾ ഡിസപ്പോയിൻ്റ് ചെയ്യില്ല. നല്ല സ്നാക്സ് ആയിരുന്നു. എത്ര നമ്മൾ എന്തെങ്കിലും ചായ കുടി നിർത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇടയ്ക്ക് ഒരു ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു മനസ്സിൽ ഭയങ്കര ഒരു ഫീലാണ്. അപ്പോൾ ഇതാണ് സമോസ എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ടിലാണ് കേട്ടോ തന്നത്, ഒരു ഷേപ്പിൽ. ഇതാണ് ഞാൻ പറഞ്ഞ സംസം ബീച്ച് കഫേ. ഈ ഒരു അത്യാവശ്യം നൈറ്റായി തുടങ്ങി. അപ്പോൾ നൈറ്റായി എന്ന് വെച്ചാൽ ഒരു സന്ധ്യയായി തുടങ്ങിയപ്പോൾ തന്നെ ഈ ഒരു ഷെയ്ഡാണ് സ്കൈ മൊത്തം. അങ്ങനെ ഞങ്ങൾ വീണ്ടും മറ്റേ ഓപ്പോസിറ്റ് സൈഡുള്ള ബീച്ചിൽ വന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്തു. ഇവിടെ ഈ ഒരു ടൈമിൽ ഈ പ്ലേസ് ഏതോ ആരോ വരച്ച് വെച്ച ക്യാൻവാസ് പോലെ ഇരിക്കും. അങ്ങനത്തെ ഒരു ഷെയ്ഡ്സാണ്, കളേഴ്സിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഭയങ്കര ഒരു ഹെവൻലി ഫീലാണ്. ഇപ്പോൾ സൺസെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ ഒരു ടൈമിൽ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.